ഇപ്പോൾ സിപിഎം നേതാവ് കെ ശൈലജ മാധ്യമങ്ങളെ കാണുകയാണ്. പരിഹരിക്കണം. അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് നവകേരള സൃഷ്ടിക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള പുതിയ കേരളം എന്ന പ്രമേയത്തിൽ രേഖയിൽ ചർച്ച ചെയ്തത്. രേഖ അവതരിപ്പിച്ചപ്പോൾ തന്നെ വളരെ സമഗ്രമായിട്ടുള്ള എന്ത് ചെയ്യണം, അതൊരു അഴകുഴമ്പനായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങൾ മാത്രമല്ല, വളരെ കോൺക്രീറ്റ് ആയിട്ട് കേരളത്തിൽ നാം എന്ത് ചെയ്യണം, കേരളത്തിൽ വ്യാവസായിക രംഗത്ത് എങ്ങനെ, കാർഷിക മേഖല എങ്ങനെ പുഷ്ടിപ്പെടുത്തണം, തൊഴിലവസരങ്ങൾ എങ്ങനെ സൃഷ്ടിക്കണം, ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ നേട്ടങ്ങൾ ഈ കേരളത്തിലേക്ക് എങ്ങനെ സന്നിവേശിപ്പിക്കണം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ആധുനികമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി കേരളത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റുന്നതിന് നമ്മുടെ യൂണിവേഴ്സിറ്റികളെയും കോളേജുകളെയും ഒക്കെ എങ്ങനെ പരിവർത്തിപ്പിക്കണം, അതേ സമയത്ത് വളരെ ജീവിത നിലവാരത്തിൽ പിന്നോട്ടുള്ള ആരും എക്സ്ട്രീംലി പുവർ കേരളത്തിലില്ല. കേരളത്തിലുള്ള അതിദാരിദ്ര്യത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ 0.7% മാത്രമായിരുന്നു. മറ്റു ചില സംസ്ഥാനങ്ങളിൽ 30% ഒക്കെ ഉണ്ട്. എങ്കിലും അത്തരത്തിലുള്ള ആളുകളെ എങ്ങനെ കൈപിടിച്ചുയർത്തി ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളുടെ ഗുണഭോക്താക്കളാക്കിയിട്ട് മാറ്റാം, ഇതൊക്കെയാണ് ഈ പുതിയ നവകേരള രേഖയിൽ അവതരിപ്പിച്ചത്. രേഖ സമഗ്രമായിരുന്നു. എന്നാൽ പ്രതിനിധികളായി പങ്കെടുത്ത ജനപ്രതിനിധികളും പാർട്ടി പ്രവർത്തകരും നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. എങ്ങനെ ഇതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം ഈ രേഖയെ, അത് സൂചിപ്പിക്കുന്ന നിർദ്ദേശങ്ങളാണ് പ്രതിനിധികളിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ കേരളത്തെ ഒരു ആധുനിക സമൂഹത്തിന് എന്തെല്ലാം സാധ്യതകളുണ്ടോ ആ സാധ്യതകളെല്ലാം ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാക്കി മാറ്റിയെടുക്കും. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, സാമ്പത്തികമായിട്ട് വലിയ നിലവാരത്തിലല്ല കേരളം ഉള്ളത്. കേന്ദ്ര ഗവൺമെൻറ് തരാൻ അർഹതപ്പെട്ട പദ്ധതി വിഹിതം കൃത്യമായിട്ട് തരിക കൂടി ചെയ്യാതിരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും തനതായിട്ടുള്ളൊരു മാർഗം, അതാണ് കേരള ബദൽ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളിപ്പോഴും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. വയനാട് പാക്കേജ് അടക്കം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ കേരളത്തിന് വേണമെന്ന് പ്രമേയം പാസ്സാക്കി ഞങ്ങൾ. പക്ഷേ കേരളത്തിൻ്റെ തനതായിട്ടുള്ളൊരു പ്രവർത്തന ശൈലി ആവിഷ്കരിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 2 ടേമിലും ഉണ്ടായിട്ടുള്ള മാറ്റം ആർക്കും, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക്, പഠിക്കുന്നവർക്ക് അത് വളരെ ആകർഷകവും വളരെ ശക്തവുമായിട്ട് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ഇതിനാവശ്യമാണ്. ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന തീരുമാനമാണ് ഈ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട്. ഒരു നയമാറ്റവുമല്ല, അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ചില പുതിയ കാര്യങ്ങൾ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇന്നത്തെ സാധ്യതക്കനുസരിച്ചാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ നയം എന്താ? ഞങ്ങളുടെ പാർട്ടിയുടെ നയം ഈ സമൂഹത്തിൽ സോഷ്യലിസ്റ്റ് ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ സോഷ്യലിസം എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് സോഷ്യലിസം? സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഓരോ പൗരനും ജോലി ചെയ്യാനുള്ള അവകാശവും ജോലിക്കനുസരിച്ച് പ്രതിഫലം ലഭ്യമാകാനുള്ള അവകാശവുമാണ് ആദ്യമായി പറയുമ്പോൾ സോഷ്യലിസത്തെ കുറിച്ച് പറയാനുള്ളത്. എല്ലാ മേഖലകളിലും സമത്വം, അഭിപ്രായം പറയാനും ചിന്തിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം ഉണ്ടാവണം. ജോലിയും കൂലിയും ലഭ്യമാകുന്ന ഒരു സമൂഹം പുരോഗതിയിലേക്ക് നീങ്ങുന്ന അതാണ് സോഷ്യലിസം. എന്നാൽ ഇന്ത്യ സ്വതന്ത്രമായിട്ട് 76 വർഷമായിട്ടും ആ സോഷ്യലിസത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പറയുന്നത് സോഷ്യലിസത്തിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്നതിന് ഇന്ത്യയിലെ ജനാധിപത്യ വിപ്ലവം പൂർത്തിയാവണമെന്നാണ്.